ജെറമയ 31:33. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഐ വിൽ ബി ദെയർ ഗോഡ് ആൻഡ് ദേ വിൽ ബി മൈ പീപ്പിൾ. ജെറമയ പ്രവാചകൻ്റെ 31-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ തൻ്റെ ജനതയെ തൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് തൻ്റെ ജനതയുടെ ബലഹീനതകളെ, കുറവുകളെ എല്ലാം മറന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇനി അവരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ ചൊവ്വാകുന്ന മട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ തന്നെ അവർക്ക് പുതിയ ഹൃദയം കൊടുത്ത് ഞാൻ അവരെ എൻ്റെ ജനമാക്കി വീണ്ടും സ്വീകരിക്കുന്നു. പലപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? ചിലപ്പം കൊച്ചു പിള്ളേരോട് പറഞ്ഞിട്ടൊന്നും അവരനുസരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പം നമ്മൾ പറയും, ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ വിട്ടുകൊടുത്തിട്ട് പിന്നെ അവരെ സ്നേഹിക്കും. പിന്നെയും പല പ്രാവശ്യമായിട്ട് നമ്മളവരെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാൻ ജെറമയയിൽ തൻ്റെ മക്കളെ വിളിച്ച് മാറ്റിയെടുക്കുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പം വായിച്ചൊന്നും കൂടെ വായിക്കാം. 31:33 ഇങ്ങനെയാണ് ക്ലിയറായിട്ട് എഴുതിക്കുക. എന്നാൽ അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഈ ജെറമയ 31:28 പറയുന്നു, അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നതുപോലെ പണിയാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ വളരെ പ്രധാനമല്ലേ? അതായത് ദൈവ കോപമുണ്ടായിട്ട് ദൈവം പറയാണ്, ഞാൻ തന്നെയാണ് അവരെ പറിച്ചു കളഞ്ഞത്, പൊളിച്ചത്, ഇടിച്ചത്, നശിപ്പിച്ചത്, കഷ്ടപ്പെടുത്തിയത്. നമ്മൾ പറയും, അയ്യോ പിശാച് അത് ചെയ്ത്, അല്ലെ മറ്റേ ആൾ നമ്മളെ ഉപദ്രവിച്ച് എന്നൊക്കെ നമ്മൾ അവരുടെ കൂടോത്ര ഇതുകൊണ്ട് നടന്ന, അല്ലെ അവരുടെ കുശുമ്പ് കൊണ്ട് എനിക്ക് ഉയരാൻ. കർത്താവ് പറയുന്നത് ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. എപ്പോഴാണെന്നറിയാമോ? സത്യദൈവത്തിൽ നിന്ന് മാറി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി ഹൃദയത്തിൽ വെച്ച് സത്യത്തിൽ നിന്ന് മാറുമ്പം ദൈവം തമ്പുരാൻ പറയും, ഞാൻ തന്നെ അവരെ ഇടിച്ച് കളയും. കർത്താവ് മര്യാദ പഠിപ്പിക്കും. കർത്താവിൻ്റെ ഹൃദയം അറിയുന്നവർക്ക് ഒരപ്പൻ മക്കളെ ശിക്ഷിച്ച് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ പഠിപ്പിച്ചെടുക്കും. അതാണ് ആ വാക്യത്തിൻ്റെ പ്രധാനം. കർത്താവ് പറയുന്നു, ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യും? പണിയാനും നടുവാനും അവരുടെ മേൽ ജാഗരിക്കും. അപ്പം ഇനി പണിയുന്നതും കർത്താവ് തന്നെയാണ്, നടുന്നതും കർത്താവ് തന്നെയാണ്. അപ്പോൾ ഒരു കാലത്ത് പറിച്ചു കളഞ്ഞ ദൈവം ഇപ്പം പറയുകയാണ്, ഞാൻ അവരെ തിരിച്ചെടുക്കുമെന്ന്. അതൊരു വലിയ ആശ്വാസമല്ലേ? അമ്മമാരെ, അപ്പന്മാരെ, മക്കളെ വഴിതെറ്റി പോയിട്ട് ഇനി അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവൻ ചൊവ്വാകത്തില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനാണ് ഇനി അവനെ പണിയാനും ഞാനാണ് അവനെ നടുവാനും പോകുന്നത്. അപ്പച്ചൻ നട്ടാതെ നടക്കുമെന്നേ, അപ്പച്ചൻ്റെ തോട്ടത്തിനകത്ത് ദൈവം തമ്പുരാൻ നടത്തിയെടുക്കും. അന്നേരമാണ് പറയുന്നത്, നമ്മൾ പറയും, അയ്യോ പൂർവ്വന്മാരുടെ ശാപം കൊണ്ട് മക്കളുടെ മേലെ ശാപം നിൽക്കുന്നു. അപ്പോൾ കർത്താവ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ കഴിച്ചാൽ മക്കളുടെ പല്ലിനി പുളിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അടുത്ത വാക്യം അതാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമ്പോൾ പിശാചിനോട് അല്ലെങ്കിൽ ശത്രുക്കളോട് അല്ലെങ്കിൽ ഉപദ്രവിക്കും തിരിച്ചു പറയണം, അപ്പന്മാർ തലമുറയുടെ ശാപം ഒന്നും നിൽക്കാൻ പോകുന്നു. ഇത് വചനം പറഞ്ഞ് വാങ്ങിച്ചെടുക്കുക. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാൾ ഇനി പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നെ പറയുന്ന ഭാഗമാണ്, എന്നാൽ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം. ഒരു പുതിയ നിയമം ദൈവം തരികയാണ്. എന്താണ്? സമ്പടി ആരുടെയോ ഹൃദയത്തിൽ ഇനി എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവവചനം കടന്നു വന്നിച്ച് പറയാണ്, ഞാനൊരു പുതിയ ഹൃദയം അവർക്ക് നട്ടുകൊടുത്തിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം വീണ്ടും പറയുകയാണ്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, കഷ്ടത്തിനൊരു സമയമുണ്ട് കേട്ടോ, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. കർത്താവിൻ്റെ ഒരു പുതിയ നിയമം എന്താണ്? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. കർത്താവിൻ്റെ ന്യായപ്രമാണങ്ങൾ കഠിനമല്ല. അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം, അല്ലെങ്കിൽ അതെല്ലാം പ്രയാസമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നത് പ്രയാസമല്ല. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എവിടെ എഴുതുന്നത്? ഹൃദയത്തിൽ. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ദൈവം പറഞ്ഞു, ഞാനാണ് ഇനി തൊട്ട് അവർക്ക് ദൈവം, ഞാൻ അവർക്ക് ജനമായിരിക്കും.
ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപമൊന്നും ഓർക്കുകയുമില്ല എന്ന് യഹോവ അരുളപ്പാട്. എന്ത് സത്യത്തിൻ്റെ ആത്മാവ്! ഈ ജെറമയായില്ലാത്ത 31 32 ഇതൊക്കെ ഞങ്ങൾ കാണാൻ പഠിക്കുന്നു. 32 അതുപോലെ തന്നെ ജെറമയ 24 6 7 ഈ വാക്യങ്ങൾ എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമ്മൾ പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും പ്രയാസം, സഹോദരനായിരിക്കാം, മക്കൾക്കായിരിക്കാം, ഭർത്താവിനായിരിക്കാം, നമുക്ക് തന്നെ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഭയപ്പെടുന്ന ഉടനെ കർത്താവ് എപ്പോഴും ഉപദേശങ്ങൾ തരും വചനത്തിൽ കൂടെ. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമെങ്കിലും അവനവൻ്റേത് വരുമ്പോൾ നമുക്ക് സംശയങ്ങളും ഭയവും ഭീതിയും ഉണ്ടാകും. ആ സമയങ്ങളിൽ ദൈവം വചനം ഒന്നിൻ്റെ പുറകെ തന്ന് നമ്മളെ ബലപ്പെടുത്തും. അങ്ങനെ ബലപ്പെടുത്തിയ കുറേ വാക്യങ്ങളാണ് ജെറമയാൽ ഇപ്പം ഞാൻ പറയുന്നത്. അതേപോലെ വാക്യമാണ് ജെറമയ 32 37 തൊട്ട് 42. ഇതൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ച വാക്യങ്ങളാണ്. പക്ഷെ വളരെ പ്രധാനമാണ്, ഞാൻ വായിച്ചേൽപ്പിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്ന ആരാണ്? ദൈവം തമ്പുരാൻ. എൻ്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. അപ്പം ഡിസ്പേഴ്സ് ചെയ്തു പോയി. അതായത് ഭാര്യ ഒരിടത്തെ, ഭർത്താവ് ഒരിടത്തെ, മക്കൾ ഒരിടത്തെ, കൊച്ചുമക്കൾ ഒരിടത്തെ, പല കുടുംബങ്ങളിലില്ല. അയ്യോ ആരും ഇല്ല വീട്ടിലെന്ന് പറയും. കാരണം എല്ലാം കാക്ക കല്ലെറിഞ്ഞ പോലെ ചിതറിപ്പോകുന്ന അനുഭവം ചിലപ്പോൾ ഉണ്ട്. ശ്രദ്ധ പറയുന്നത്, ഞാൻ എൻ്റെ പിശാചിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലെന്ന്. ഞാൻ എൻ്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അവർ അതിൽ നിർഭയമായി വസിക്കും. അപ്പം ദൈവം ചിതറിച്ചതിനെ തിരിച്ചു കൊണ്ടുവരിക. അത് നമ്മൾ വിളിച്ചു പറയാം, വായുമണ്ഡലത്തിനോട് വിളിച്ചു പറയാം, തിരിച്ചു കൊണ്ടുപോവാ ദൈവത്തിന്. അവർ എനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. കണ്ടോ, സെയിം വാക്യമല്ലേ? 33 പറഞ്ഞാണ്. 32 ഇവിടെ എഴുതി, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർക്ക് ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരുത്തക്കണം. അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. അപ്പോൾ ഏക മനസ്സ് ഏക മാർഗം ഇട്ട് കൊടുക്കുന്ന ജോലി ദൈവത്തിൻ്റെയാണ്. നമ്മൾ അടിച്ച് പിടിച്ച് പിള്ളേരെ, അല്ലെ നമ്മുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മറ്റുള്ളവരെ, സഹോദരി പഠിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പം കർത്താവ് പറയാണ്, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗം ഇട്ട് കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം. ചെറിയ കാര്യമാണ് ശാശ്വത നിയമം. ഒരിക്കലും മാറാത്ത നിയമത്തിന് ശാശ്വത നിയമം എന്ന് പറയുന്നത്. അത് ദൈവം മാറത്തില്ല. അവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തത അനുഭവിച്ചറിയണം. ദിനംപ്രതി അത് പറയണം. എൻ്റെ ദൈവമാണ് അത് പറഞ്ഞെങ്കിൽ അത് നടക്കും. ഞാൻ എൻ്റെ വീട്ടിൽ പറയും, ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, എന്നോട് ദൈവം പറയും ഒന്നും ചെയ്യത്തില്ല. പിന്നെ പിള്ളേർ ദൈവത്തിൽ നിന്ന് മാറി നിന്നാൽ ചിലപ്പോൾ അപ്പൻ ശിക്ഷിക്കുന്നവരെ അവരെ ശിക്ഷിക്കും. ആ ശിക്ഷണത്തിൽ കൂടെ പോകുമ്പോൾ അവർ തിരിച്ചു വരണമെങ്കിൽ, വിനയപ്പെടണമെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മിണ്ടാതിരിക്കുക. കർത്താവിനറിയാം കർത്താവ് ചെയ്യുന്നത് നന്മയ്ക്കാണെന്ന് നമുക്ക് വിളിച്ചു പറയാനുള്ള കൃപ വരണം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നതും ദൈവമല്ലേ? മനുഷ്യൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ അവർക്ക് അവരുടെ ഹൃദയത്തിൽ എന്നിൽ നിന്ന് മാറാതിരിക്കാൻ ഞാനാണ് ചെയ്യാമെന്ന്. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവരെ ഈ ദേശത്ത് നടും യഹോവ അരുളി ചെയ്യുന്നു. ദൈവം പറയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി. സാധാരണ മനുഷ്യൻ പറയുന്ന പോലെ അല്ലെന്നേ ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അത് ചെയ്യുമെന്ന്. അതാണ് നീതിമാൻ. എൻ്റെ നീതിമാന്മാർ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. എബ്രായലേഖനം 10:38 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നെന്ന് റോമർക്കെഴുതിയ ലേഖനം 1:17 18 പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കുന്ന എബ്രായലേഖനം 10:38 പറയുന്നുണ്ട്. നിഷ്കളങ്കനായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കാൻ കർത്താവിൻ്റെ പുതിയ ഹൃദയം, പുതിയ ആത്മാവിനെ ഇട്ടുകൊടുക്കാമെന്ന് ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇത് നമ്മളാരും പറയുന്ന പോലല്ല, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ അത് ചെയ്യുമെന്ന്.
കർത്താവ് അതുപോലെ തന്നെയാണ് ഈ ജെറമയ 24:6-7 വരെയുള്ള വാക്യം. ആ വാക്യം കൂടെ വളരെ പ്രധാനമായതുകൊണ്ട് എൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണമേ. അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ കൈകൾ കുറുകിപ്പോകും. കാരണം കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന വചനം എഴുതി തന്നിരിക്കുന്ന ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചില എക്യുപ്മെൻറ്റ്സ് അതിനൊരു മാനുവൽ തന്നിട്ട് ആ മാനുവലിനകത്ത് പോലെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കേടായിപ്പോവും. ഒരു ടെലിഫോൺ എടുത്ത് വെച്ച് വെള്ളത്തിനകത്തിട്ട് അത് ഷോർട്ട് സർക്യൂട്ട് വന്നത് ഇല്ലാതായിപ്പോവും. അത് പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എഴുതേണ്ടിയിട്ടുള്ളതല്ല ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജെറമയ 24:6-7 വളരെ വളരെ മനോഹരമായൊരു വാക്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി, ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും ഞാൻ കൊണ്ടുവരും. എന്ത് മനോഹരമല്ലേ! ഞാൻ അവരെ പണിയും പൊളിച്ച് കളയത്തില്ല, അവരെ നടും പറിച്ച് കളയത്തില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. വീണ്ടും 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 3 പ്രാവശ്യമാണ് ജെറമയയിനകത്ത്. ജെറമയ 31:33, 32:37-44, ജെറമയ 24:6-7 എല്ലാം ഈ ദൈവം തമ്പുരാൻ തന്നെ നമുക്ക് പുതിയ ഹൃദയം തന്ന് നമ്മളെ നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത് ഈ വാക്യങ്ങൾ വെച്ച് പല പ്രാവശ്യം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ഉത്തരം കിട്ടും. നമ്മൾ വാക്യം വെച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കുക. നമ്മുടെ ഈ പദം പറഞ്ഞാലേ അവതാ പറഞ്ഞുള്ള പ്രാർത്ഥന ധൂപകലശത്തിൽ ചെന്നാൽ തന്നെ ഉത്തരം കിട്ടാൻ ഒത്തിരി താമസിക്കും. കിട്ടത്തില്ലെന്നല്ലേ, കിട്ടും ഒരു കാലത്ത്. പക്ഷെ വചനമാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ കർത്താവ് പറയും, അവൾ എൻ്റെ വചനം തന്നെയല്ലേ പറയുന്നത്. അതായത് മക്കൾ അപ്പനത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പോലെയാണ്. അത് വാങ്ങിച്ചെടുക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. നാഥ, നീ ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരാമെന്നും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവുകൊണ്ട് നീ ഞങ്ങളെ വഴി നടത്തി നിൻ്റെ പുതിയ ആത്മാവിൽ പുതിയ ഹൃദയത്തിൽ നടത്താമെന്നും നിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നീ ഞങ്ങളെ ദൈവത്തിന് അനുഗ്രഹമുള്ള മക്കളാക്കി പണിതെടുക്കുമെന്ന് പറഞ്ഞു തരുന്നതിന് സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ പണിതെടുക്കാൻ തക്കവണ്ണം തുടങ്ങിയല്ലോ കർത്താവേ. ഞങ്ങളുടെ തലമുറകളോട് നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തലമുറകളുടെ ദൈവമെന്ന് വിളിക്കുമ്പോൾ പല തലമുറകളിലെയും മുൻ തലമുറകളിലെയും നിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിച്ച പിതാക്കന്മാരും അമ്മമാരും ഉണ്ടപ്പച്ച. ഞങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി, ഇപ്പോഴുള്ള തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്ന് ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോട് സ്നേഹിക്കുവാനുള്ള ഹൃദയം അവിടുന്ന് ഇട്ടുകൊടുക്കാമെന്ന് പൂർണ്ണമായിട്ടും ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തല്ലോ. അതിനാൽ ഞങ്ങളുടെ തലമുറകളുടെ മേൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെ കയ്യ് വീണിരിക്കുന്നതിന് സ്തോത്രം. അവിടുന്ന് തുടങ്ങിയ ജോലി പൂർത്തീകരിക്കാൻ വിശ്വസ്തൻ തന്നെ. ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ us is faithful to complete it. താങ്ക് യു ലോർഡ്. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. തലമുറകളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.